ജനുവരിയിലെ തേൻമഴ തൊടും പൂവോ, ജനലഴികളിൽ ചാമരമിടും കാറ്റോ, പൂനെറുകയിൽ രാമഴവിരൽ പോലെ എൻ വരികളിൽ ഞാൻ എഴുതിടും പേരോ. നീ തന്ന ലാളനങ്ങൾ ഞാൻ എന്റെ പുണ്യമാക്കി, നീയേകുമീ ദിനങ്ങൾ മായല്ലേ എന്ന് തോന്നി. നീയാകുമീ തൂവാടിയിൽ മോഹങ്ങൾ ഉയലാടി. വിവാഹത്തലേന്ന് എന്ന് പറയുമ്പോൾ ഇതൊരു മധുരം കൊടുക്കട്ടെ എന്നൊരു ചടങ്ങാണ്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പം നല്ലൊരു ഒരുക്കം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് നിന്നെ സഹായിക്കട്ടെ. ഇവിടെയുള്ളവരെല്ലാവരും നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ഏതൊരു പ്രവൃത്തിയുടെയും മുമ്പ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം ഈ ഒരുക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരുക്കത്തോടു കൂടെ ഒരു വിവാഹം എങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളിതിനെ ജീവിതം മധുരകരമായിരിക്കണം എന്നുള്ള സൂചനയാണത്. നമുക്ക് നിങ്ങളുടെ ഈ ശുശ്രൂഷയിൽ കാലാവസ്ഥ പങ്കെടുക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സമാധാനവും പ്രത്യാശയെപ്പോഴും ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോട് കൂടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങ് ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങൾക്ക് പ്രത്യേകമായി കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ മകനെ അങ്ങ് വിവാഹ ഉയർത്തുകയാണല്ലോ. ഇവന്റെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങ് ചൊരിഞ്ഞ കാരുണ്യത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഈ ഭവനത്തിനും പ്രത്യേകമായി ഞങ്ങളുടെ ഈ മകനും ലഭിക്കാനിടയാക്കണമേ. നാളത്തെ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. നല്ല ഒരുക്കത്തോടും യോഗ്യതയോടും കൂടെ അങ്ങയുടെ സന്നദ്ധയെ ആദരിക്കുവാൻ ഞങ്ങളുടെ ദാസനെ സഹായിക്കണമേ. അതുവഴി കാനായിലെ ഭവനത്തിലെ പോലെ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഭവനത്തിലും പ്രകടമാകാൻ ഇടയാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സങ്കീർത്തനം എല്ലാവരും മറുപടിയായിട്ട്
കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുത്തെ നാം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യും എന്ന് തരണം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ അത്ഭുത കൃത്യങ്ങൾ വർണ്ണിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ നിരത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിന്റെ ദാസരായ പ്രാകത്തിന്റെ സന്തതികളെ, തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ മക്കളെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾക്ക് ഭൂമി മുഴുവൻ ബാധകമാകുന്നു. ദൈവമേ, മാമോദീസായിലൂടെ അങ്ങയുടെ സഭയിൽ അംഗങ്ങളാകുവാൻ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് സഭാജീവിതം നയിക്കുവാനും ഞങ്ങൾക്കിടയാക്കിയ അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നാട്ടിലെയും സൃഷ്ടാവാകുന്നു, സർവ്വത്തിലെയും നാഥായ നയിക്കും. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിലെയും നാഥായ നയിക്കും. സർവ്വരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. 4 അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ, അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വയ്ക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴിയും അവർ അനുഗ്രഹീതരായി. അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്നും നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്നും ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്ക് നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. വേല ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്. 60 ദിവസം തന്നെ കൊടുത്തു തീർക്കുക.
ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. മകനെ, എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക. നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം. നിനക്ക് അഹിതമായത് അവരനോടും ചെയ്യരുത്. അമിതമായി മദ്യപിക്കരുത്. ഉന്മത്തത ശീലമാക്കരുത്. അങ്ങയുടെ ദീപദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും, എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്കും വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി അത് അവളെ കറയോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. സുവിശേഷ വെളിച്ചത്താൽ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ, കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം ഭൂമിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം ഭൂമിരണം ചൊരിയട്ടെ. ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. നമുക്ക് സദാവുന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നാളത്തെ വിവാഹകർമ്മങ്ങൾ ദൈവാനുഗ്രഹപ്രദമാക്കണമെന്നും വിവാഹത്തിൽ നിന്ന് വരനെയും വധുവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. തിരുക്കുടുംബത്തിന്റെ ബാലകനായ മാർയോസേപിതാവിന്റെയും നമ്മുടെ അമ്മയായ പരിശുദ്ധത്തിന്റെയും പ്രത്യേകമായി മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിന്റെ സ്തുതിക്കായി ജപമാലയിലെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായി കാനായി പരിശുദ്ധത്തിന്റെ മധ്യസ്ഥയെ വെള്ളം വീഞ്ഞാക്കി എന്റെ മഹത്വം വെളിപ്പെടുത്തനെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ ഞങ്ങൾക്ക് അമ്മയാന്ന് അറിയുന്നു. താനായിലെ വിവാഹ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം ലഭിക്കാനിടയായതുപോലെ പരിശുദ്ധനാമൃത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ പാലകനായ മാറിയ പിതാവിന്റെയും സജീവമായ പ്രാർത്ഥനാ സഹായം ഈ കുടുംബത്തിനും വിശേഷിച്ച് നാളെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഈ മകനും ലഭിക്കാനിടയാക്കണമേ. പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും ദൈവഭക്തിയിലും വിശുദ്ധരുടെ മധ്യസ്ഥതയിലും കാവന്മാരുടെ സംരക്ഷണത്തിലും ഈ ഭവനം വളരുവാൻ നിലനിൽക്കുവാനിടയാകട്ടെ. സുഖത്തിന്റെയും നാഥ എന്നേക്ക് ഞങ്ങളിപ്പോൾ ഈ സമയം അനുസ്മരിക്കുന്നു. അവരിലൂടെ അങ്ങ് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും കടങ്ങളും പാപങ്ങളും ഓർത്ത് അവരെന്ത് ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കണമേ. സ്വർഗത്തിന്റെയും നാഥ എന്നേക്കും സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഈ ദാസന്റെ മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ ഈ പദ്ധതി അനുസരിച്ച് വിവാഹാന്തത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകനെ എന്ന് നിന്റെ ഇഷ്ടമനുസരിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പര വിശ്വാസത്തിലും നിനക്ക് പ്രീതികരമായി ജീവിക്കുവാൻ പ്രഭു അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും അങ്ങയിൽ നിന്ന് പ്രഭു സ്വീകരിച്ച് ജീവിക്കുവാനും പ്രതിസന്ധികൾ അങ്ങയെ ആശ്രയം വയ്ക്കുവാനും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹകരമായ ജീവിതം വഴി അങ്ങയെ പ്രസാദിപ്പിക്കുവാനും ഇവനെ ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ായ ദൈവമേ, അനുദിനം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നൽകി പരിപാലിക്കുന്നതുമായ കർത്താവേ, സന്തോഷകരമായ കുടുംബജീവിതം വഴി അങ്ങയുടെ ഈ ദാസൻ അങ്ങയുടെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. ഇവന്റെ ജീവിതം അങ്ങ് സന്തോഷപ്രദമാക്കുന്നു എന്നതിന്റെ അടയാളമായി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ മധുരപലകാരത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. എന്റെ കുടുംബജീവിതവും മധുരതരമാക്കുവാൻ അങ്ങ് തന്നെ ഇവരോടുകൂടെ വസിക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഉത്തമ സ്നേഹജീവിതം നയിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മധുരപ്രകാരം ആശീർവദിക്കപ്പെടട്ടെ എന്നേക്കും. പരിശുദ്ധാത്മാവിന്റെ സർവാസവും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മേലും പ്രത്യേകിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകന്റെയും എന്റെ മാതാപിതാക്കളെയും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മധുരവെപ്പ് ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? എല്ലാവരും റെഡിയാണോ? ഓക്കെ. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മണവാള ചെറുക്കനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. മണവാള ചെറുക്കൻ അഭിമാനിച്ചൻ അലോഷ്യസ് അവന്റെ പേരൻസിനോടൊപ്പം സ്റ്റേജിലേക്ക് കയറുന്നതാണ്. അടുത്തതായി മധുരം വെപ്പിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. മണവാളൻ ആഗതനായ സ്ഥിതിക്ക് മധുരം വെക്കുന്നതിനായി സിറിൽ അളിയനെയും അലീന ചേച്ചിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
കല്യാണ ചെറുക്കന് മധുരം വെക്കട്ടെ. അപ്പൂന് മധുരം കൊടുക്കട്ടെ. മണവാള ചെറുക്കന് മധുരം കൊടുക്കട്ടെ. തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ ഇനി എന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി മെല്ലെ മെല്ലെ എന്തോ ചൊല്ലും കാമനകൾ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ
ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ വരൂ പ്രിയേ ഉള്ളിൽ കൊഞ്ചും പൈങ്കിളിയായി തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ ഇനി എന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ.
ഇല്ല ഞങ്ങളെ പോട്ടെ